ഇത് മൊത്തം ഞാൻ തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന അവസാനം മൊത്തം കൊളാക്കുന്ന, പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ ഒരു ബന്ധമില്ലാത്ത, അസ്സലാമു അലൈക്കും വലൈക്കും സ്ലാം, കഴിഞ്ഞു മക്കളുമായിട്ടുള്ള ബന്ധം. അങ്ങനത്തെ ചില പിതാക്കന്മാരുണ്ട്. അവരെ ഏത് കാലത്ത് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പണ്ടൊന്നും ഇങ്ങനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇങ്ങനെയാണോ? അല്ല. അത് അവരുടെ വ്യക്തിപരമായ വിഷയമാണ്, കാലത്തിന്റെ പ്രശ്നമൊന്നുമല്ല. കുടുംബം തകർന്നു പോകും. പരസ്പരം പിന്തുണ കൊടുക്കണം. ഇപ്പൊ ഭാര്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ നല്ല താലോലിച്ച് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നല്ല സ്ഫടികത്തിന്റെ ഒരു പാത്രം വീണ് പൊട്ടി. അതോടുകൂടെ ഓൻ്റെ ഹമുക്കെന്ന് പറഞ്ഞ് കുറച്ച് വർത്താനം പറയാനാ. ഈ സ്ഫടികം എന്ന് പറഞ്ഞ സാധനം വീണാ പൊട്ടുന്നതാണല്ലോ. വീഴാന്ന് പറഞ്ഞ സംഭവം പലപ്പോഴും ഉണ്ടാവുന്നതുമാണ്. കൈ തട്ടി വീഴാം, ചിലപ്പോൾ വഴുതി വീഴാം, പല സാധനം ഉണ്ടാവും. ചിലപ്പോൾ ഇവര് സ്ലിപ്പായതായിരിക്കും. അങ്ങനെ നല്ല മാർബിളിട്ട അടുക്കളയിൽ വെള്ളം ഒഴുകിയെടുത്ത് തട്ടി ഭാര്യ സ്ലിപ്പായി ടേന്ന് പറഞ്ഞ് തലടിച്ച് വീണ് അവരുടെ കയ്യിലുള്ള സ്ഫടികത്തിന്റെ പാത്രം പൊട്ടണം. ഇയാൾ വന്നിട്ടോ എൻ്റെ കുതിരജ് അത് പറ്റിച്ചല്ലോ, ആ ഒരു സാധനം പൊട്ടിച്ചില്ലെന്ന് ചോദിക്കേണ്ടത്. ഇവളുടെ തല അടിച്ചിന്റെ അമ്പരപ്പിൽ നിൽക്കുമ്പോഴേ നിനക്കെന്തേ പറ്റിയെന്നുള്ളടത്തല്ല മൂപ്പരുടെ പ്രശ്നം. പിന്നെ ഇത് പൊട്ടിയെടുത്താണ്. പിന്നെ ആ സ്ത്രീയുടെ മനസ്സിൽ ഇയാളോട് എന്ത് വിധം വികാരമാണ് ഉണ്ടാവുക. അപ്പോൾ പിന്തുണ കൊടുക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും